ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അംഗനവാടിയാണ് കേട്ടോ. എല്ലാ വർഷവും ഇവിടുത്തെ ഓണാഘോഷത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഇവിടെ ഓണാഘോഷങ്ങൾ തുടങ്ങുന്നുള്ളൂ. ആ ഒരു സമയത്ത് വന്ന് നോക്കാനേ പറ്റിയുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ അംഗനവാടി ടീച്ചറാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം നമ്മളൊന്ന് ചിലവഴിച്ചിട്ട് ഇങ്ങോട്ട് പോരാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഇത് പൂരാട ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഞാനും ചിഞ്ചും കൂടി ഒരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വടമ സ്കൂൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ എത്തിയിട്ട്, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞാൽ കുറച്ചേശ്ശെ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. നല്ല ഓണ വെയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് കാത്തിരിക്കുകയാണ് കേട്ടോ. ചാലക്കുടിയിലേക്കാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടകര ഇങ്ങോട്ടൊക്കെ പോകുന്ന ബസ്സുകളാണ് കേട്ടോ ഇതിലേ വരിക. അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ മുൻപ് പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് അനർത്ഥ, ആ കുട്ടീനെ ഇവിടെ വെച്ച് കാണാനായിട്ട് പറ്റിയിട്ടോ. അപ്പോൾ വേഗം ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇതാ ബസ്സൊക്കെ കയറി ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചാലക്കുടിയിൽ ഒരു ഷോപ്പിലൊന്നും കയറിയിട്ടുണ്ടെങ്കിൽ ചിഞ്ചുവിന് മതിയാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഷോപ്പിൽ കയറി, കുട്ടിക്ക് വലിയ തൃപ്തി ഇല്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഷോപ്പിൽ കയറി, അങ്ങനെ കുറച്ച് ഷോപ്പുകളിലൊക്കെ കൂടുതൽ സമയം നമ്മളിങ്ങനെ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ പൂരാടമായപ്പോഴേക്കും ഭയങ്കര തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഷോപ്പിലൊക്കെ. അപ്പോൾ ഈ ഒരു സൈഡിൽ അധികം ആൾക്കാരില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ നിന്നും കഴിഞ്ഞ് ചുരിദാറിൻ്റെ ടോപ്പുകളൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ നല്ല കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ നമ്മളിങ്ങനെ വച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ചിഞ്ചുവിന് ഇഷ്ടപ്പെട്ട നിറങ്ങളൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ഇത് ചേരും എന്ന് പറഞ്ഞാൽ എനിക്ക് തരും. അപ്പം ഞാൻ ചിലതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ചിഞ്ചുവിന് ഇത് ചേരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ പ്രൈസും അതും ഇതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സൈഡിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല വില കുറവൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ടോപ്പുകളുണ്ട്, അതുപോലെ മിഡികളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ 1-2 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് തന്നെ നടന്നും കഴിഞ്ഞിട്ട് നമ്മൾ കല്യാൺ സിൽക്സിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ തൃക്കാക്കരയപ്പനും അതുപോലെ തന്നെ പൂക്കൾ, മൺകലങ്ങൾ ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സമയത്തും ഈ ഒരു ഭാഗത്ത് മൺകലങ്ങൾ മറ്റും എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കലമൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രമേശേൻ്റെ കൂടെ വന്ന് ഇവിടെ വന്ന് ആണ് വാങ്ങാറ് കേട്ടോ. അപ്പോൾ ഇതിന് അങ്ങനെ സീസണൊന്നുമില്ല. എപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ കലങ്കാരമൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴി കൂടെ നടന്നു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ കല്യാണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണിലാണെങ്കിൽ ഇതാ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലയുണ്ട് കേട്ടോ. കാരണം വില കുറഞ്ഞ ഡ്രസ്സുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് വെച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നല്ല ബ്രാൻഡഡ് ഐറ്റങ്ങളൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നല്ലപോലെ നോക്കിയൊക്കെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഓണം പ്രമാണിച്ച് എല്ലാവരും സെറ്റ് സാരിയൊക്കെയാണ് ഉടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റിൻ്റെ സ്കേർട്ടൊക്കെ ധരിക്കുമ്പോൾ ഇതുപോലുള്ള ടോപ്പുകളൊക്കെയാണല്ലോ ഇടുക. അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പുകൾ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടും. അപ്പോൾ ചിലതിന് ചെറിയ സ്ലീവ്സൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ല എന്താ പറയുക, നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടം തോന്നിക്കും കേട്ടോ. അതുപോലെയുള്ള ബ്ലൗസുകളൊക്കെ വെച്ചിട്ടുണ്ട്, അതുപോലെ ചെറിയ ടോപ്പുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓണം പ്രമാണിച്ച് തന്നെ ഇതാ നല്ല ഭംഗിയിലാണ് കേട്ടോ നിലവിളക്കും കാര്യങ്ങളൊക്കെ വെച്ച്, അതുപോലെ തന്നെ മഹാബലിയും പിന്നെ മങ്കമാരും മലയാളി മങ്കമാരും ഒക്കെ ആയിട്ട് നമ്മളെ വരവേറ്റിട്ടാണ് കേട്ടോ അവർ സ്വീകരിക്കുന്നത് തന്നെ. അങ്ങനെ നമ്മൾ കല്യാണിൽ നിന്നും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബേക്കറിയിൽ കയറി കഴിഞ്ഞിട്ട് നമ്മളിതാ ഫ്രഷ് ലൈമും അതുപോലെ തന്നെ മീറ്റ് റോള്, അതുപോലെ ഞാനാണെങ്കിൽ ചിക്കൻ റോളും ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ മൗഗ്ലിക്കുള്ളതും പാഴ്സൽ വാങ്ങിയിട്ടാണ് വീട്ടിൽ എത്തിയത് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ നോക്കിയപ്പോൾ ഏട്ടാ മൗഗ്ലിയും റിയമ്മയും കൂടി തല്ലുണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ അവർക്ക് വാങ്ങിയിരിക്കുന്ന മീറ്റ് റോൾ ഇങ്ങനെ പകുതിയേശ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ സന്തോഷമായിട്ടാണ്.
പിന്നെ ദാ ഇന്ന് രാവിലെ, അതായത് ഉത്രാട രാവിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറയാറുണ്ട്, അത്തം തുടങ്ങി ഇവിടെ പൂക്കളം ഇട്ടിട്ട് ഓണാകുമ്പോഴേക്കും 10 പൂക്കളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്ന് 9 പൂക്കളങ്ങൾ ഇടേണ്ട ദിവസമാണ്. എന്നാലും ഞാൻ 3 കളമായിട്ട് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് ടൈം ഞാൻ എടുക്കും. പെട്ടെന്ന് ചെയ്തു പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിങ്ങനെ ഇരുന്ന് മണിക്കൂറുകൾ പോകുന്നത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 കളത്തിൽ ഒതുക്കാമെന്നിട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചാണകം എന്താ ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൗഗ്ലിക്കുട്ടനും കൂടി ഉണ്ട് കേട്ടോ. മൗഗ്ലിക്കുട്ടന് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂക്കളിടാനും. പൂക്കൾ എടുക്കുന്നത് കാണുമ്പോഴേക്കും അവനിങ്ങനെ ഈ മുറ്റത്തേക്ക് ഓടിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചേമ്പില അങ്ങോട്ട് പറിച്ചെടുത്തും കഴിഞ്ഞിട്ട് കുമ്പിളാക്കി കഴിഞ്ഞ് അതിലേക്ക് ഇതാ മുല്ലപ്പൂവ്. ഈ മുല്ലപ്പൂവ് പണിയാൽ പിന്നെ അതിനൊരു സീസണില്ല, എല്ലാ കാലത്തും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിത്യം പൂവ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മുല്ലച്ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പൂവുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ദൈവങ്ങൾക്കൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ എന്നും വേണമല്ലോ പൂവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ചെത്തിയും അതേട്ടാ, എല്ലാ കാലത്തും ഉണ്ടാകുന്ന പൂവാണ് ചെത്തിയൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെയുള്ള ആ വൈറ്റ് പൂവ്, വയലറ്റ് പൂവ്, അതിനൊക്കെ ഒരു സീസണും ഇല്ല കേട്ടോ. അതും എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞ കമ്മൽ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചത് ഞാൻ ഈ ഓണക്കാലത്തിന് വേണ്ടിയാണ്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട് രജിതയുടെ വീട്ടിൽ നിന്നാണ് ഞാനത് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ നമ്മുടെ ചെണ്ടുമല്ലി തോട്ടത്തിൽ നിന്ന് കുറച്ച് ചെണ്ടുമല്ലിപ്പൂക്കളും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവർക്ക് വിറ്റാൽ മാത്രം പോരല്ലോ, നമുക്കും ഒരു സന്തോഷമല്ലേ. ഈ ലാസ്റ്റ് ദിവസങ്ങളായപ്പോഴാണ് ഞങ്ങളെല്ലാവരും ആ ചെണ്ടുമല്ലിപ്പൂക്കളും വീട്ടിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ 3 പൂക്കളങ്ങളും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദോശയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്നലെ ദോശമാവ് ഞാൻ അരച്ച് വെച്ചും കഴിഞ്ഞിട്ട് പുറത്ത് വയ്ക്കാൻ മറന്നുപോയി. എന്തോ ജോലി തിരക്കിൽ ഫോൺ വിളിച്ചുകൊണ്ടൊക്കെയാണ് ആ ദോശമാവ് എടുത്ത് ഞാൻ വെച്ചത്. ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ച് അടച്ചു വെച്ചത്. നേരം വെളുത്തപ്പോൾ ദോശമാവ് എവിടെയെന്ന് അന്വേഷിച്ച് നടന്ന് ലാസ്റ്റ് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴുണ്ട് അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ മാവ് പുളിക്കില്ലല്ലോ, ഒന്നും ശരിയാവില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. നല്ല മുരിഞ്ഞ നല്ല ദോശ തന്നെയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചാണ് ആദ്യത്തേതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു പ്രശ്നമില്ല, വിട്ടു പോരാനും ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ എളുപ്പത്തിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എങ്ങാനും നമ്മൾ മറന്നു പോയാലും ഇങ്ങനെ വെച്ചാലും ദോശമാവിന് ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത്. കണ്ട എത്ര പെട്ടെന്ന് തന്നെയാണ് അത് എളുപ്പം വിട്ടു പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം രമേശനോട് ഞാൻ പറഞ്ഞു കേട്ടോ, ഇങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അടിപൊളി ദോശയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ കൂടുതൽ കറികളൊക്കെ വെച്ച് വെക്കണം. കാരണം നാളെ ഓണമല്ലേ. അപ്പോൾ ഇഞ്ചിക്കറി മോരുകറിയൊക്കെ ഇന്ന് തന്നെ തയ്യാറാക്കി വെക്കണം കേട്ടോ. പിന്നീടല്ലോ ഇന്ന് ചെണ്ടുമല്ലിപ്പൂക്കൾ വിൽക്കുന്ന ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കച്ചവടം അവസാന ദിവസമായതിൻ്റെ ഒരു ആഘോഷ തിമിർപ്പിലുമാണ് ഞങ്ങൾക്ക് ഉണ്ടായ പൂക്കൾ മുഴുവൻ വിറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിനിടയ്ക്ക് ഉണ്ടല്ലോ കോഴിക്കൂട് തുറന്നു വിടാനായിട്ട് മറന്നുപോയി. പതിവ് പോലെ തന്നെ വൈകിട്ട് എന്നുള്ളതാണ് മനസ്സിൽ എപ്പോഴും കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കോഴിയുടെ കൂല് കേട്ടപ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ എൻ്റെ മക്കളെ തുറന്നു വിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ അതാ മുകളിലായിട്ട് നിൽക്കുമോ മാത്രമല്ല മൗഗ്ലിയും ഇങ്ങനെ കിടക്കുന്നുണ്ട്. പരസ്പരം നോക്കി അവർ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ തുറന്ന് വെച്ചാലും ഇവർ ഇറങ്ങില്ല എന്ന് ഞാൻ പറയാറില്ല. അങ്ങനെ കൂടിൻ്റെ മുകളിലിട്ട് തട്ടിയാണ് അവരിറക്കിയത്. അവരും ഈ ഓണത്തുമ്പികളുടെ പോലെ പറന്ന് പാറി കളിച്ച് ഇങ്ങനെ നമ്മുടെ ഈ ചേമ്പും തോട്ടത്തിലൊക്കെ ഇങ്ങനെ നടക്കട്ടെ. അപ്പോൾ കുറച്ച് അരിയും അതുപോലെ തന്നെ തവിടും ഒക്കെ നമ്മൾ പുറത്തും നമ്മൾ നനച്ചൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് തിന്നാനായിട്ട് അരിമണിയാണെങ്കിൽ വെതറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ടും നമ്മുടെ മൗഗ്ലിക്കുട്ടനെ ഇറങ്ങുന്ന ലക്ഷണമൊന്നും കാണാനില്ല കേട്ടോ. മൗഗ്ലിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇവർ മുറ്റത്ത് ഇങ്ങനെ കിടന്ന് നടക്കുന്നത്. കാരണം ഇവർക്ക് അനുസരിച്ച് അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാമല്ലോ. അല്ലെങ്കിൽ ഇവന് തനിച്ചാണെങ്കിൽ അവന് എപ്പോഴും ഉറങ്ങുള്ളൂ, മടി പിടിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുള്ളൂ. ഇപ്പോൾ അവന് ഉറങ്ങാൻ സമയമില്ല. ഇവർ പോകുന്നതിനനുസരിച്ച് ഇവനും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും, ഇപ്പുറം അപ്പുറമൊക്കെ നോക്കിക്കൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ വാങ്ങിയോ അതുപോലെ തന്നെ ഓണക്കോടിയൊക്കെ വാങ്ങിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നല്ലേ. എന്തൊക്കെ സാധനങ്ങളുണ്ടെങ്കിലും ഓണത്തിന് ഷോപ്പിംഗ് എന്നും പറഞ്ഞ് പുറത്തിറങ്ങുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് പാചകം ചെയ്തും കഴിഞ്ഞ് പല വിഭവങ്ങളൊക്കെ തയ്യാറാക്കി വെക്കേണ്ടതല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ ഒരു തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോ ഒന്നും കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അങ്ങനെ കോഴിമക്കൾക്ക് വെള്ളവും തവിടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മൗഗ്ലിക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്തിറങ്ങി നടക്കട്ടെ.
ഇപ്രാവശ്യമെങ്കിലും ഓണക്കളിയൊക്കെ കാണാനായിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എവിടെയാണെന്നൊന്നും അറിയില്ല, അന്വേഷിച്ച് നമുക്ക് കണ്ടുപിടിക്കണം. പറ്റുകയാണെങ്കിൽ ഓണക്കളിയൊക്കെ കാണാനായിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഉത്രാടമായിട്ട് എല്ലാ കൂട്ടുകാരും നല്ല തിരക്കിലായിരിക്കും അല്ലേ? എല്ലാവരും ഉത്രാടപ്പാച്ചലിലായിരിക്കും എന്നറിയാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഉത്രാട ദിന ആശംസകൾ. എല്ലാവരും വീഡിയോ കണ്ട് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് ഓണ ദിവസം കാണാം.